അച്ഛൻ ഫ്രെഡ് ട്രംപ് മരിക്കുമ്പോൾ താൻ സമ്പാദിച്ച $300 മില്യൺ $200 മില്യൺ ആസ്തിയാണ് മകൻ ഡൊണാൾഡ് ട്രംപിന് നൽകിയത്. എപ്പോഴും എടുത്തുപയോഗിക്കാവുന്ന തരത്തിൽ പ്രോപ്പർട്ടികളും ഓഹരികളുമായിരുന്നു ഇതിൽ ഭൂരിഭാഗവും. പണമായി $1.9 മില്യൺ മാത്രം. മാസം $3 ലക്ഷം വാടക വരുമാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആസ്തി കയ്യിൽ വരുമ്പോഴല്ല യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് നഗരത്തിന്റെ അപ്പനാവാൻ തുടങ്ങിയത്. അതിനുമേറെ മുന്നേ ന്യൂയോർക്കിലെ പെരിച്ചാഴിയായ പിതാവിൽ നിന്ന് അയാൾ ഏറെ പഠിച്ചു കഴിഞ്ഞിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ മിലിറ്ററിയെ വലിപ്പിച്ച് അച്ഛൻ ട്രംപ് കോടീശ്വരനായിരിക്കുന്ന കാലത്താണ് നാലാമത്തെ സന്തതിയായി 1946 ജൂൺ 14 ഡൊണാൾഡ് ട്രംപ് ജനിക്കുന്നത്. തന്റെ ഭാഗ്യ നക്ഷത്രമെന്ന് ഫ്രെഡ് ട്രംപ് ഡൊണാൾഡിനെ വിളിച്ചു. അന്ന് തന്നെ ഡൊണാൾഡിന്റെ പേരിൽ അദ്ദേഹം ഒരു ട്രസ്റ്റ് ഫണ്ട് തുടങ്ങി. എല്ലാ വർഷവും $20,000 വീതം ഡൊണാൾഡ് ട്രംപിന് കിട്ടുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തത്. ഇന്നത്തെ കണക്കിൽ ആ തുക പ്രതിവർഷം ഏതാണ്ട് $2,65,000 വരും. അതായത് 8ാം വയസ്സിലെ സ്വന്തം നിലയ്ക്കൊരു മില്യണയർ ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. ട്രംപ് 7ാം ക്ലാസ് വരെ പഠിച്ചത് ക്യൂ ഫോറസ്റ്റ് സ്കൂളിലാണ്. സെക്കൻഡറി സ്കൂൾ പൂർത്തിയാക്കാൻ പിതാവ് അദ്ദേഹത്തെ ന്യൂയോർക്ക് മിലിറ്ററി അക്കാഡമി എന്ന സ്വകാര്യ ബോർഡിംഗ് സ്കൂളിലാണ് ചേർത്തത്. 13 വയസ്സിനിടെ അവിടെ 7 ബ്ലാക്ക് മാർക്കുകളാണ് ഡൊണാൾഡ് ട്രംപ് നേടിയത്. സഹപാഠികളെ ഇടിക്കുക, അവരെ അവമതിക്കുക, പെൺകുട്ടികളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുക തുടങ്ങി പലതരം മിസ്ബിഹേവിംഗ്. പരാതികൾ കൂടിയപ്പോൾ ഒടുവിൽ ഡൊണാൾഡിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. വീട്ടിലെത്തിയ ട്രംപിനോട് ഇനി പഠിക്കണോ എന്നായിരുന്നു പിതാവിന്റെ ചോദ്യം. വേണ്ട, എനിക്ക് ടെലിവിഷൻ പ്രൊഡ്യൂസർ ആയാൽ മതി, അതിന് $10 മില്യൺ തരണമെന്നായിരുന്നു ഡൊണാൾഡിന്റെ മറുപടി. എന്തായാലും അതിൽ അച്ഛൻ ട്രംപിന് വിശ്വാസം അത്ര പോരായിരുന്നു. അദ്ദേഹം മകനെ തുടർന്ന് പഠിപ്പിക്കാൻ വിട്ടു. 1966 പെൻസിൽവാനിയ സർവകലാശാലയിലെ വാർട്ടൺ സ്കൂളിൽ നിന്ന് ട്രംപ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാച്ചിലർ ബിരുദം നേടി. വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. ഡൊണാൾഡിന്റെ വലത് കാൽമുട്ടിന് മുകളിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അതുപയോഗിച്ച് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നിർബന്ധിത വിയറ്റ്നാം യുദ്ധ ഡ്യൂട്ടിയിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവായി ഇപ്പോഴത്തെ വലിയ രാജ്യസ്നേഹക്കാരനായ ഡൊണാൾഡ് ട്രംപ്, അപ്പൂപ്പന്റെ യഥാർത്ഥ കൊച്ചുമകൻ. പഠനം കഴിഞ്ഞ 1968 മുതൽ ട്രംപ് പിതാവിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ട്രംപ് മാനേജ്മെന്റിൽ ജോലി ചെയ്തു. ന്യൂയോർക്ക് നഗരത്തിലെ ഔട്ടർ ബറോകളിലാണ് ഡൊണാൾഡ് സ്ഥലം വാങ്ങാൻ കൂടുതലായി ശ്രദ്ധിച്ചത്. കൂടുതൽ നിർമ്മാണ കരാറുകൾ എടുക്കുന്നതിന് പകരം വാടക വരുമാനം കൂട്ടാനായിരുന്നു ശ്രമം. അതുകൊണ്ട് തന്നെ സ്വന്തം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകി. 1971 ഡൊണാൾഡിനെ പിതാവ് കമ്പനിയുടെ പ്രസിഡന്റാക്കി. ട്രംപ് ഓർഗനൈസേഷനെ ഒരു അംബ്രല ഓർഗനൈസേഷനാക്കി നിരവധി കമ്പനികൾ രജിസ്റ്റർ ചെയ്തു. ട്രംപിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായ പുസ്തകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദി ട്രംപ്സിന്റെ രചയിതാവ് ഗെൻഡ ബ്ലെയർ അക്കാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, കോട്സ്: പക്ഷെ അത് കുടുംബത്തിന്റെയും ബിസിനസിന്റെയും ഒരുതരം ധാർമ്മികതയാണ്. തീർച്ചയായും ഡൊണാൾഡ് ബിസിനസിന്റെ തലവനാവുക മാത്രമല്ല, വർഷങ്ങളായി അച്ഛൻ വളർത്തിയെടുത്ത എല്ലാ സാമ്പത്തിക ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് സ്വീകരിക്കുകയായിരുന്നു. ഒരു വിലപേശൽ സാഹചര്യത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് കണ്ടെത്താനും പൂർണ്ണമായും മനസാക്ഷിയില്ലാത്തവനായിരിക്കാനുമുള്ള ആശയം മുഴുവനും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നാണ് വന്നത്. എൻഡ് കോട്സ്. ക്വീൻസിലും ജമൈക്കയിലും അതുപോലെ ന്യൂയോർക്കിലെ ദരിദ്രമായ മറ്റു ബറോകളിലുമെല്ലാം ചതുപ്പ് പ്രദേശങ്ങളിൽ അക്കാലം ധാരാളം ചേരികളുണ്ടായിരുന്നു. ഇവിടെ അല്പം കൂലിത്തല്ലും പിടിച്ചുപറിയുമായി നടക്കുന്ന കറുത്തവർഗ്ഗക്കാരും തൊഴിൽ രഹിതരുമായ കുറച്ച് ചെറുപ്പക്കാരും ഇവരെ ചേർത്ത് ഒരു വിലപേശൽ മാഫിയ ഉണ്ടാക്കുകയാണ് റിയൽ എസ്റ്റേറ്റിൽ സജീവമായപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആദ്യം ചെയ്തത്. ഒരു സ്ഥലം നോട്ടമിട്ട് കഴിഞ്ഞാൽ എന്ത് തന്ത്രം ഉപയോഗിച്ചും ചുളുവിലയ്ക്ക് അത് വാങ്ങാൻ ട്രംപിനെ ഈ മാഫിയയും രാഷ്ട്രീയ ബന്ധങ്ങളും കുറച്ചൊന്നുമല്ല സഹായിച്ചത്. ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി സ്ഥലമുടമയുടെ പെൺമക്കളെ ചതിയിൽപ്പെടുത്തൽ വരെ ഈ മാഫിയ ട്രംപിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. ഗത്യന്തരമില്ലാതെ ട്രംപുമായി രാജിയാവുക എന്നല്ലാതെ സ്ഥലമുടമകൾക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. വെടക്കാക്കി തനിക്കാക്കുക എന്ന അപ്പൂപ്പന്റെ തന്ത്രം സമർത്ഥമായി പയറ്റുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അച്ഛനെ പോലെ വീടുകളും അപ്പാർട്ട്മെന്റുകളും നിർമ്മിക്കാൻ ഒരു അസംബ്ലി ലൈൻ മാതൃക തന്നെയാണ് ട്രംപ് പിന്തുടർന്നതെങ്കിലും ഇക്കാര്യത്തിൽ അച്ഛനെ പോലെ കാര്യശേഷി ഡൊണാൾഡിൽ ഉണ്ടായിരുന്നില്ല. 1991 ആയപ്പോഴേക്കും കഷ്ടിച്ച 300 യൂണിറ്റുകൾ മാത്രമേ ഡൊണാൾഡ് ട്രംപിന് കൈമാറാൻ കഴിഞ്ഞുള്ളൂ. വിചാരിച്ച പോലെ നിർമ്മാണം മുന്നോട്ട് പോകാതായതോടെ കടം പെരുകി. 1991 2009 ഇടയിൽ അദ്ദേഹം തന്റെ 6 പ്രൊജക്ടുകൾ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. ഇത് ട്രംപിന്റെ മറ്റൊരു സൂത്രമായിരുന്നു. സത്യത്തിൽ ലോൺ എടുത്ത പണം അയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇത് കണക്കിൽപ്പെടാതെ സൂക്ഷിച്ചതിന് മറ്റുദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. 1. നികുതി വെട്ടിക്കൽ. 2. ജപ്തി നടപടികളിൽ നിന്ന് രക്ഷപ്പെടൽ. 1992 ട്രംപും സഹോദരങ്ങളായ മാരിയൻ, എലിസബത്ത്, റോബർട്ട്, ബന്ധു ജോൺ ഡബ്ല്യു വാർട്ടർ എന്നിവർക്ക് 20% ഓഹരി വീതമുള്ള ഓൾ കൗണ്ടി ബിൽഡിംഗ് സപ്ലൈ ആൻഡ് മെയിൻ്റനൻസ് കോർപ്പ് രൂപീകരിക്കപ്പെട്ടു. ഇതൊരു കറക്ക് കമ്പനിയായിരുന്നു. ട്രംപിന് തന്നെ പൂഴ്ത്തിവെച്ച കാശ് പലിശയ്ക്ക് കൊടുക്കുന്ന കടലാസ് കമ്പനി. $90 മില്യൺ കടം മറികടക്കാനും അത് തനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാനും പുതിയ കമ്പനിയുടെ രൂപീകരണത്തോടെ ട്രംപിന് സാധിച്ചു. കമ്പനിക്ക് ഓഫീസുകളില്ലായിരുന്നു. ട്രംപിന്റെ വാടക യൂണിറ്റുകൾക്ക് സേവനങ്ങളും സാധനങ്ങളും നൽകുന്ന വെണ്ടർമാർക്ക് പണം നൽകുന്നതിനും തുടർന്ന് ആ സേവനങ്ങളും സാധനങ്ങളും ട്രംപ് മാനേജ്മെന്റിന് 20 മുതൽ 50% വരെയോ അതിൽ കൂടുതലോ മാർക്കപ്പ് നൽകുന്നതിനും ഒരു ഷെൽ കമ്പനിയായിരുന്നു ഇതെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇതിനിടെ 1985 തന്നെ ന്യൂയോർക്കിന്റെ പുറമ്പോക്കുകളായ ക്വീൻസ്, ജമൈക്ക ബറോകളിൽ നിന്ന് തന്റെ നിർമ്മാണം മാൻഹാട്ടനിലെ ഗ്ലാമറിലേക്ക് ഡൊണാൾഡ് ട്രംപ് പറിച്ചു നട്ടിരുന്നു. ഇതിനെക്കുറിച്ച് ദ ട്രംപ്സ് എന്ന പുസ്തകത്തിൽ ഗെൻഡ ബ്ലെയർ ഇങ്ങനെ പറയുന്നു, ശരി, ചിലപ്പോൾ ഡൊണാൾഡിനോട് എന്തിനാണ് മാൻഹാട്ടനിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്തമായ നിരവധി ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ തീർച്ചയായും പലപ്പോഴും ഉയർന്നു വരുന്നൊരു കാര്യം അയാൾക്ക് തന്റെ അച്ഛനുമായി മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നതാണ്.
എന്നാണ്. അതുകൊണ്ടായിരുന്നു മാൻഹാട്ടനിലേക്കുള്ള കൂടുമാറ്റം. പിതാവുമായി മത്സരിച്ചാലും യഥാർത്ഥത്തിൽ ഡൊണാൾഡ് തന്നെയായിരിക്കും വിജയിക്കുക. അപ്പോൾ പുത്രബാധ്യതയിൽ നിന്ന് അദ്ദേഹം മറ്റൊരു മേഖല തിരഞ്ഞെടുക്കുകയായിരുന്നു. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന പുതിയ കാല സ്റ്റാർട്ടപ്പുകളുടെ സ്ട്രാറ്റജിയാണ് അക്കാലത്ത് ഡൊണാൾഡ് ട്രംപ് പയറ്റിയിരുന്നത്. താൻ വലിയൊരു ബിൽഡറാണെന്നും തന്റെ ആയിരക്കണക്കിന് പ്രൊജക്ടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്നും പൊതുജനത്തെയും ബാങ്കുകളെയും വിശ്വസിപ്പിക്കുക. അതിനുശേഷം വലിയ ലോണുകൾ നേടിയെടുക്കുക. അതിനുശേഷം മാത്രം ഈ പറഞ്ഞ പ്രൊജക്ടുകൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുക. 1978 തന്റെ കുടുംബത്തിന്റെ ആദ്യത്തെ മാൻഹാട്ടൻ സംരംഭമായ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിനോട് ചേർന്നുള്ള ഉപേക്ഷിക്കപ്പെട്ട കൊമഡോർ ഹോട്ടലിന്റെ നവീകരണത്തോടെ ട്രംപ് പൊതുജന ശ്രദ്ധ ആകർഷിച്ചു. 1980 ഉത്സവാന്തരീക്ഷത്തിൽ ഗ്രാൻഡ് ഹായത്ത് ഹോട്ടലായി അത് വീണ്ടും തുറന്നു. കൊമ്പന് നെറ്റിപ്പട്ടം പോലെ ട്രംപ് കുടുംബത്തിന്റെ ചിഹ്നം പേർന്ന ട്രംപ് ടവറിന്റെ നിർമ്മാണമായിരുന്നു അടുത്തത്. ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ ഇത്തരമൊരു വൻ അപ്പാർട്ട്മെന്റ് സമുച്ചയം പണിതീർക്കാൻ ഡൊണാൾഡ് ട്രംപ് സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. ഫിഫ്ത്ത് അവന്യൂവിൽ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തി. ന്യൂയോർക്കിന്റെ അഭിമാന ചിഹ്നമായിരുന്ന ബോൺവിറ്റ് ടെല്ലർ സ്റ്റോർ ഇരിക്കുന്ന സ്ഥലം ട്രംപ് സ്വപ്നം കാണാൻ തുടങ്ങി. ബോൺവിറ്റ് ടെല്ലർ ന്യൂയോർക്ക് നിവാസികൾക്ക് വെറുമൊരു ലക്ഷറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാത്രമായിരുന്നില്ല, അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയായിരുന്നു. ട്രംപ് അതിൽ കണ്ണുവെച്ചെന്നറിഞ്ഞപ്പോഴേ ന്യൂയോർക്കുകാർ പ്രതിഷേധവുമായി എത്തി. ആർട്ട് ഡെക്കോ ശൈലിയിൽ 2 ചെറു ടവറുകളെ കൂട്ടിയോജിപ്പിച്ച ആ കെട്ടിടം ഒരു ആർക്കിടെക്ചറൽ സൗന്ദര്യം തന്നെയായിരുന്നു. ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്ത വാറൻ ആൻഡ് വൈറ്റ്മോറാണ് ഈ കെട്ടിടവും ഡിസൈൻ ചെയ്തത്. അത് മാത്രവുമല്ല, ആ കെട്ടിടത്തിന്റെ അകത്തും പുറത്തുമായി അപൂർവമായ ആർട്ട് ഡെക്കോ കലാരൂപങ്ങളും കൊത്തിയെടുത്തിരുന്നു. ട്രംപ് ഇതെല്ലാം പൊളിച്ചു മാറ്റി മറ്റൊരു കണ്ണാടിക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ന്യൂയോർക്ക് നിവാസികൾക്ക് ഉറപ്പായിരുന്നു. ട്രംപ് ഇതൊന്നും വകവെച്ചില്ല. വിലപേശി അയാൾ 1979 ജനുവരിയിൽ $15 മില്യൺ ആ കെട്ടിടം വാങ്ങി. അവിടെയുള്ള കലാരൂപങ്ങൾ പൊളിക്കില്ലെന്നും കെട്ടിടം പുനരുദ്ധരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന തന്റെ ഉറപ്പ് പിറ്റേ ദിവസം തന്നെ ട്രംപ് പൊളിച്ചടുക്കി. 3 ദിവസത്തിനുള്ളിൽ ബോൺവിറ്റ് ടെല്ലർ കെട്ടിടം വെറും കൽക്കൂമ്പാരമായി. അവിടെയുള്ള അപൂർവ കലാരൂപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. മാസങ്ങളോളം ന്യൂയോർക്കുകാർ പ്ലക്കാർഡുകളുമായി സ്ഥലത്ത് വന്ന് പ്രതിഷേധ സമരം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 1980 ട്രംപ് ടവറിന്റെ പണി തുടങ്ങി. 1983 പൂർത്തിയായി. ട്രംപ് കോർപ്പറേഷന്റെയും ട്രംപിന്റെ PACയുടെയും ആസ്ഥാനം ഈ കെട്ടിടത്തിലാണ്. 2019 വരെ അദ്ദേഹത്തിന്റെ പ്രാഥമിക വസതി കൂടിയായിരുന്നു ഇത്. 1988 16 ബാങ്കുകളടങ്ങിയ കൺസോർഷ്യത്തിൽ നിന്നുള്ള വായ്പ ഉപയോഗിച്ച് ട്രംപ് പ്ലാസ ഹോട്ടൽ സ്വന്തമാക്കി. എന്നാൽ ഹോട്ടൽ വ്യാപാരം ട്രംപിന് പറ്റിയ പണിയായിരുന്നില്ല. $10 മില്യൺ ഉപയോഗിച്ച് തുടങ്ങിയ കച്ചവടം അതിഥികൾ എത്താതായതോടെ പ്രതിസന്ധിയിലായി. 1992 ഈ ഹോട്ടൽ പാപ്പർ ഹർജിക്ക് അപേക്ഷ നൽകി. കേസ് കഴിഞ്ഞ് ട്രംപ് പ്ലാസ ഹോട്ടലിന്റെ നിയന്ത്രണം ബാങ്കുകൾ ഏറ്റെടുത്തു. 1995 ട്രംപ് $3 ബില്യൺ ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നു. ലോൺ എടുത്ത് പോരുക എന്നല്ലാതെ അത് തിരിച്ചടയ്ക്കാനുള്ള യാതൊരു ഉത്സാഹവും ഡൊണാൾഡ് ട്രംപ് കാണിച്ചില്ല. ചെയ്ത എല്ലാ ബിസിനസ്സും പൂർണ്ണ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ബാങ്കുകൾ ട്രംപിന് വായ്പ നൽകാൻ മത്സരിച്ചു. അയാൾ സൃഷ്ടിച്ച വ്യാജ പ്രതിച്ഛായയിൽ വിശ്വസിച്ചായിരുന്നു അത്. എന്നാൽ ഇതൊന്നും ട്രംപിനെ പിന്നോട്ടടിപ്പിച്ചിട്ടില്ല. 1996 40 വാൾ സ്ട്രീറ്റിലെ മിക്കവാറും ഒഴിഞ്ഞുകിടക്കുന്ന 71 നിലകളുള്ള അമ്പരചുംബിയായ കെട്ടിടം ട്രംപ് ഏറ്റെടുത്ത് നവീകരിച്ചു. പിന്നീട് ഇത് ട്രംപ് ബിൽഡിംഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അക്കാലത്തെ ട്രംപിനെ കുറിച്ച് വില്ലേജ് വോയ്സിൽ 1979 ജനുവരി 15 ലൈക്ക് ഫാദർ ലൈക്ക് സൺ അനാട്ടമി ഓഫ് എ യങ് പവർ ബ്രോക്കർ എന്ന ലേഖനത്തിൽ വെയിൻ ബാരറ്റ് ഇങ്ങനെ പറയുന്നു. കോട്സ്: റിയൽ എസ്റ്റേറ്റ് സംരംഭകർ പരസ്യത്തിന് പല വഴികൾ കണ്ടെത്താറുണ്ട്. ഇതുപോലെ ട്രംപ് തനിക്ക് വേണ്ടപ്പോൾ ഓരോ സംഖ്യയും ഇരട്ടിയാക്കാനോ ഷേവ് ചെയ്യാനോ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ബ്രൂക്ലിൻ, സ്റ്റാറ്റൻ ഐലൻഡ്, ക്വീൻസ്, വെർജീനിയ, വാഷിംഗ്ടൺ DC, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലെ 22,000 യൂണിറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഫെഡറൽ കോടതിയിൽ അദ്ദേഹം നൽകിയ സാക്ഷ്യത്തിൽ മൊത്തം 12,000 യൂണിറ്റുകൾ യഥാർത്ഥത്തിൽ ഉടമസ്ഥതയിലുള്ളതും കൈകാര്യം ചെയ്യുന്നതുമാണെന്ന് കണ്ടെത്തി. വലിപ്പമോ കൃത്യമായ ഡോളർ മൂല്യമോ എന്തു തന്നെയായാലും ട്രംപ് കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ വംശീയ, സാമ്പത്തിക, ലൈംഗിക സ്വഭാവത്തെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല. വാടകക്കാർ കൂടുതലും വെള്ളക്കാരാണ്. ക്ഷേമനിധി സ്വീകരിക്കുന്ന ആളുകൾ ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നില്ല. ഗണ്യമായ പുരുഷ വരുമാനമുള്ള കുടുംബങ്ങൾ താമസിക്കുന്നു. എൻഡ് കോട്സ്. ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളും മാത്രമല്ല, കാസിനോകളുടെ നിർമ്മാണത്തിലും ഓപ്പറേഷനിലും ട്രംപിന് കൈപൊള്ളി. 1984 ട്രംപ് ഹോളിഡേ കോർപ്പറേഷന്റെ കീഴിൽ ട്രംപ് പ്ലാസയിൽ ഒരു ഹോട്ടലും കാസിനോയുമായ ഹാരാസ് തുറന്നു. അത് ലാഭകരമല്ലായിരുന്നു. 1986 മെയ് മാസത്തിൽ അദ്ദേഹം അതിൽ ഉടമസ്ഥാവകാശം ഒഴിഞ്ഞ് കൈകഴുകി. $70 മില്യൺ ആ വഴിക്ക് പോയി കിട്ടി. 1985 ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന അറ്റ്ലാന്റിക് സിറ്റി ഹിൽട്ടൺ ഹോട്ടൽ വാങ്ങി അതിന് ട്രംപ് കാസിൽ എന്ന് പുനർനാമകരണം ചെയ്തു. അവിടെ പ്രവർത്തിച്ചിരുന്ന 2 കാസിനോകളും 1992 അക്കൗണ്ടിലെ പണം തീർന്ന് പ്രവർത്തനം നിലയ്ക്കുന്ന ഘട്ടത്തിൽ ചാപ്റ്റർ 11 പ്രകാരം പാപ്പരത്ത സംരക്ഷണത്തിനായി കേസ് ഫയൽ ചെയ്തു. 1988 അറ്റ്ലാന്റിക് സിറ്റിയിലെ 3ാമത്തെ കാസിനോയായ ട്രംപ് താജ്മഹൽ വാങ്ങി. $675 മില്യൺ ജങ്ക് ബോണ്ടുകൾ ഉപയോഗിച്ചാണ് താജ്മഹൽ കാസിനോയ്ക്ക് ധനസഹായം നൽകിയത്. കേരളം വാങ്ങിയ മസാല ബോണ്ടുകൾ പോലെ. $1.1 ബില്യൺ ഇത് പൂർത്തിയാക്കി. 1990 ഏപ്രിലിൽ താജ്മഹൽ കാസിനോ പ്രവർത്തനവും തുടങ്ങി. അടുത്ത വർഷം പൂട്ടി. ന്യൂജേഴ്സി ഗെയിമിംഗ് കമ്മീഷന്റെ വ്യവസ്ഥകൾ പാലിക്കാത്തതും കെട്ടിവയ്ക്കാൻ പണമില്ലാത്തതുമായിരുന്നു കാരണം. 1991 ഈ കാസിനോയും ചാപ്റ്റർ 11 പാപ്പരത്തെ സ്യൂട്ട് ഫയൽ ചെയ്തു. പുനർനിർമ്മാണ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം അദ്ദേഹം തന്റെ പ്രാരംഭ ഓഹരിയുടെ പകുതി ഉപേക്ഷിച്ച് അതിൽ നിന്ന് തലയൂരുകയായിരുന്നു. താജ്മഹൽ കാസിനോയ്ക്കുണ്ടായിരുന്ന $90 മില്യൺ വ്യക്തിഗത കടം കുറയ്ക്കുന്നതിന് ട്രംപ് തന്റെ ഷട്ടിൽ എയർലൈൻസ്
എയർലൈൻസ് വിമാനങ്ങൾ, അദ്ദേഹത്തിന്റെ മെഗാ യാട്ടായ ട്രംപ് പ്രിൻസസ് എന്നിവ പണയം വെച്ചു. എന്നാൽ ഈ സംഭവത്തോടെ ഡൊണാൾഡ് ട്രംപ് ആകെ തകർന്നിരുന്നു. 4 പാപ്പർ ഹർജികൾ തുടർച്ചയായി നൽകിയതോടെ കയ്യിൽ 10 കാശില്ല. പണിയുന്ന വമ്പൻ പ്രൊജക്ടുകൾ വാങ്ങാനും വാടകയ്ക്കെടുക്കാനും ആളില്ല. എന്നാൽ ട്രംപ് എന്ന ഭാഗ്യാന്വേഷി അവിടെ നിന്നില്ല. 1995 ട്രംപ് ഹോട്ടൽസ് ആൻഡ് കാസിനോ റിസോർട്ട്സ് സ്ഥാപിച്ചു. അത് ട്രംപ് പ്ലാസയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തു. THCR 1996 താജ്മഹലും ട്രംപ് കാസിലും വാങ്ങി പിടിച്ചു നിൽക്കാൻ നോക്കി. പിന്നെയും 2004-ലും 2009-ലും പാപ്പരായി. എല്ലാത്തിലുമായി 10% ഉടമസ്ഥാവകാശം മാത്രം ട്രംപിന് അവശേഷിച്ചു. അതായത് തന്റെ തറവാടിന്റെ നെറ്റിപ്പട്ടം പേറുന്ന ട്രംപ് ടവറിൽ പോലും വെറും 10% മാത്രമേ ട്രംപിന് ഉടമസ്ഥാവകാശമുള്ളൂ. 2009 വരെ ട്രംപ് ഹോട്ടൽസ് ആൻഡ് കാസിനോ റിസോർട്ട്സ് ചെയർമാനായി ഡൊണാൾഡ് ട്രംപ് തുടർന്നു. അതിനിടെ വമ്പൻ പദ്ധതികൾ പാളിയെങ്കിലും ചില ചെറുകിട സംരംഭങ്ങൾ വലിയ വിജയമായിരുന്നു. 1985 ട്രംപ് ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള മാറെ ലഗോ എസ്റ്റേറ്റ് സ്വന്തമായി. 1995 അദ്ദേഹം എസ്റ്റേറ്റിനെ ഒരു ഇനീഷ്യേഷൻ ഫീസും വാർഷിക കുടിശ്ശികയുമുള്ള സ്വകാര്യ ക്ലബ്ബാക്കി മാറ്റി. വീടിന്റെ ഒരു ഭാഗം ഒരു സ്വകാര്യ വസതിയാക്കി ട്രംപും താമസിച്ചു. 2019 അദ്ദേഹം ക്ലബിനെ തന്റെ പ്രാഥമിക വസതിയായി പ്രഖ്യാപിച്ചു. 1999 ആയപ്പോഴേക്കും ട്രംപ് ഗോൾഫ് കോഴ്സുകൾ നിർമ്മിക്കാനും വാങ്ങാനും തുടങ്ങി. 2016 ആയപ്പോഴേക്കും 17 ഗോൾഫ് കോഴ്സുകൾ ഡൊണാൾഡ് ട്രംപ് സ്വന്തമാക്കിയിരുന്നു. Do this interview with somebody else. Well, we talked about this yesterday on the phone. This is exactly what we talked about. Do the interview with somebody else. Really. Yeah, you don't need this. Do it with somebody else. And have a good time with it. Because frankly, you're a very negative guy. And I think it's very unfair reporting. ഒരു TV സ്റ്റാർ ആവുക എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു. ഈ അഭിരുചി മനസ്സിൽ വെച്ച് 1970 ഒരു ബ്രോഡ്വേ കോമഡിയുടെ സഹനിർമ്മാതാവായിട്ടുണ്ട് ട്രംപ്. 1983 സെപ്റ്റംബറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുട്ബോൾ ലീഗിലെ ഒരു ടീമായ ന്യൂജേഴ്സി ജനറൽസ് അദ്ദേഹം വാങ്ങി. ട്രംപിന്റെ $10 മില്യൺ ആ വഴിക്കും പോയി കിട്ടി. ട്രംപും അദ്ദേഹത്തിന്റെ പ്ലാസ ഹോട്ടലും അറ്റ്ലാന്റിക് സിറ്റി കൺവെൻഷൻ ഹാളിൽ നിരവധി ബോക്സിംഗ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവ നല്ല ലാഭമുണ്ടാക്കി. 1989-ലും 90-ലും ടൂർ ഡി ട്രംപ് സൈക്ലിംഗ് സ്റ്റേജ് റേസിന് അദ്ദേഹം തന്റെ പേര് നൽകി. ടൂർ ഡി ഫ്രാൻസ് അല്ലെങ്കിൽ ജിറോ ഡി ഇറ്റാലിയെ പോലുള്ള യൂറോപ്യൻ റേസുകൾക്ക് തുല്യമായ ഒരു അമേരിക്കൻ മത്സരം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു ഇത്. ഇതിനിടെ മറ്റൊരു തട്ടിപ്പും ട്രംപ് നടത്തി. 1986 മുതൽ 1988 വരെ വിവിധ ലിസ്റ്റഡ് കമ്പനികളിൽ ഗണ്യമായ ഓഹരികൾ അദ്ദേഹം വാങ്ങിയിരുന്നു. അതേസമയം ഇതേ കമ്പനികൾ താൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് തന്റെ പബ്ലിക് ഫിഗർ ഇമേജ് ഉപയോഗിച്ച് സൂചന നൽകുകയും പിന്നീട് ലാഭത്തിനായി തന്റെ ഓഹരികൾ വിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഇലോൺ മസ്ക് ഓപ്പൺ എയുടെ കാര്യത്തിലെല്ലാം ചെയ്യും പോലെ ഇതൊരു തരം ഗ്രീൻമെയിൽ ഇടപാടാണെന്ന് ചില ഓഹരി വിപണി നിരീക്ഷകർക്ക് എളുപ്പത്തിൽ പിടികിട്ടി. തുടക്കത്തിൽ ഇത്തരം ഓഹരി ഇടപാടുകളിലൂടെ അദ്ദേഹം ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചുവെന്ന് ന്യൂയോർക്ക് ടൈംസും കണ്ടെത്തി. എന്നാൽ നിക്ഷേപകർ അദ്ദേഹത്തിന്റെ ഏറ്റെടുക്കൽ പ്രസംഗം ഗൗരവമായി കാണുന്നത് നിർത്തിയതോടെ ആ നേട്ടങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു. ട്രംപിന്റെ അവസാനത്തെ പ്രധാന നിർമ്മാണ പദ്ധതി 2008 തുറന്ന ചിക്കാഗോയിലെ 92 നിലകളിലുള്ള മിക്സഡ് യൂസ് ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടൽ ആൻഡ് ടവർ ആയിരുന്നു. പണി തുടങ്ങി 2-ാം കൊല്ലം പണം തീർന്ന് നിലച്ചു. കെട്ടിടത്തിലെ നിർമ്മാണ ചെലവ് വർദ്ധിച്ചതിനാലും റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ വിൽപ്പന മന്ദഗതിയിലായതിനാലും നഷ്ടമുണ്ടായത് ട്രംപിന്റെ നടുവൊടിച്ചു. പിന്നാലെ കമ്പനിയിലെ നിക്ഷേപകർ ട്രംപിന്റെ രക്തത്തിനായി മുറവിളി കൂട്ടി. ഇതിനിടെ 1988 ട്രംപ് ഈസ്റ്റേൺ എയർലൈൻസ് ഷട്ടിൽ എന്ന വിമാന കമ്പനിയെ വാങ്ങിയിരുന്നു. 22 ബാങ്കുകളുടെ ഒരു സിൻഡിക്കേറ്റിൽ നിന്ന് $380 മില്യൺ വായ്പയെടുത്താണ് ഈ വാങ്ങലിന് ധനസഹായം നൽകിയത്. അദ്ദേഹം ഈസ്റ്റേൺ എയർലൈൻസ് ഷട്ടിലിനെ ട്രംപ് ഷട്ടിൽ എന്ന് പുനർനാമകരണം ചെയ്യുകയും 1992 വരെ അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1991 ആയപ്പോഴേക്കും വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്താൻ തുടങ്ങി. ബാങ്കുകൾ കേസ് കൊടുത്തു. അവർ എയർലൈൻസ് ജപ്തി ചെയ്തു. 1996 മിസ് USA, മിസ് ടീൻ USA എന്നിവയിൽ ഉൾപ്പെടെയുള്ള മിസ് യൂണിവേഴ്സിറ്റി മത്സരങ്ങളുടെ അവകാശവും അദ്ദേഹം വാങ്ങി. ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് CBSുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം 2002 അദ്ദേഹം 2 മത്സരങ്ങളും NBCയിലേക്ക് കൊണ്ടുപോയി. 2007 മിസ് യൂണിവേഴ്സിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ അദ്ദേഹത്തിന് ഒരു നക്ഷത്രം ലഭിച്ചു. എന്നാൽ മെക്സിക്കൻ കുടിയേറ്റക്കാരെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അധിക്ഷേപങ്ങൾ മൂലം NBCയും യൂണിവിഷനും 2015 ജൂണിൽ മിസ് യൂണിവേഴ്സ് മത്സരങ്ങൾ ഉപേക്ഷിച്ചു. ഇക്കാലത്തിനിടെ ഇന്ത്യയിലും ട്രംപ് പ്രൊജക്ടുകൾ ലോഞ്ച് ചെയ്തു. അപ്പാർട്ട്മെന്റിന് 8 കോടി മുതൽ 26 കോടി രൂപ വരെ വിലയുള്ള മുംബൈയിലെ ട്രംപ് ടവർ, കൊൽക്കത്ത ട്രംപ് ടവർ, ഡൽഹിയിലെ ഇരട്ട ഗോപുരങ്ങളായ ട്രംപ് ടവേഴ്സ്, പൂനെയിലെ ഇരട്ട ഗോപുരങ്ങളായ ട്രംപ് ടവേഴ്സ് എന്നിവയെല്ലാം പൂർത്തീകരിച്ച് കൈമാറി. ട്രംപിന്റെ വെബ്സൈറ്റ് നൽകുന്ന ഡാറ്റ പ്രകാരം ഗുർഗാവ് സെക്ടറിലും ഹൈദരാബാദിലും നോയിഡയിലും പൂനെയിലും അദ്ദേഹത്തിന്റെ കൊമേഴ്സ്യൽ പ്രൊജക്ടുകളും മാളുകളും ഹോട്ടലുകളും ഉയരുകയാണ്. ട്രംപ് ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്ന് അറിയുമോ? അത് ബിസിനസ് മോട്ടിവേഷൻ കോഴ്സ് വിൽപ്പനയായിരുന്നു. നമ്മുടെ പുതിയ കാലത്തുള്ള യൂട്യൂബ് മോട്ടിവേഷനുകളൊക്കെ ചെയ്യും പോലെ തന്നെ. അതിനായി 2005 ട്രംപ് ഒരു സ്ഥാപനം രൂപീകരിക്കുന്നു. പേര് ട്രംപ് യൂണിവേഴ്സിറ്റി. ലക്ഷ്യം റിയൽ എസ്റ്റേറ്റ് കോഴ്സുകൾ മാർക്കറ്റ് ചെയ്യുക. അതായത് നിങ്ങളെ ഒരു നല്ല റിയൽ എസ്റ്റേറ്റ് ഏജന്റും ബ്രോക്കറും ഡെവലപ്പറും ഒക്കെ ആകാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ കോഴ്സ്. $35,000 കോഴ്സ് ഫീസ്. ട്രംപ് നേരിട്ടെത്തിയാണ് ക്ലാസ് എടുക്കുക. ഐ ക്യാൻ ടേൺ എനിവൺ ഇൻടു എ സക്സസ്ഫുൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ഇൻക്ലൂഡിംഗ് യു എന്നായിരുന്നു ട്രംപ് യൂണിവേഴ്സിറ്റിയുടെ പരസ്യവാചകം. എന്നാൽ അധികം വൈകാതെ പിടി വീണു. ന്യൂയോർക്ക് സ്റ്റേറ്റ് അധികാരികൾ ട്രംപിന്റെ കറക്ക് കമ്പനി സർവകലാശാല എന്ന പേര് ഉപയോഗിക്കുന്നത് വിലക്കി. ഒരു അക്കാഡമിക് സ്ഥാപനമല്ലാത്തതിനാൽ അത് സംസ്ഥാന നിയമം ലംഘിക്കുന്നുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി. 2010 അതിന്റെ പേര് ട്രംപ് എന്റർപ്രണർ ഇനിഷ്യേറ്റീവ് എന്ന് മാറ്റി. കുറച്ചു കഴിഞ്ഞ് 2013
കമ്പനി തെറ്റായ പ്രസ്താവനകൾ നടത്തി ഉപഭോക്താക്കളെ വഞ്ചിച്ചുവെന്നാരോപിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റ് തന്നെ ട്രംപ് യൂണിവേഴ്സിറ്റിക്കെതിരെ $40 മില്യൺ സിവിൽ കേസ് ഫയൽ ചെയ്തു. കൂടാതെ ട്രംപിനും അദ്ദേഹത്തിന്റെ കമ്പനികൾക്കുമെതിരെ ഫെഡറൽ കോടതിയിൽ 2 ക്ലാസ് സ്യൂട്ടുകളും ഫയൽ ചെയ്യപ്പെട്ടു. മറ്റൊന്നുമല്ല, കാരണം അവിടെ $35,000 കൊടുത്ത് റിയൽ എസ്റ്റേറ്റ് കോഴ്സിന് ചേർന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ആ കോഴ്സിൽ നിന്നും ഒരു പ്രയോജനവും ലഭിച്ചില്ലെന്നും തങ്ങളെ നിയമാനുസൃതമല്ലാത്ത റിയൽ എസ്റ്റേറ്റ് വിൽക്കാനും വാങ്ങാനുമാണ് ട്രംപ് പഠിപ്പിച്ചതെന്നും പരാതിപ്പെട്ടതാണ് കാരണം. കോഴ്സ് വിൽക്കാൻ തന്റെ ജീവനക്കാർക്ക് ഹാർഡ് സെൽ സമീപനം ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയതായും രേഖകൾ വെളിപ്പെടുത്തി. ട്രംപ് യൂണിവേഴ്സിറ്റി അതിന്റെ വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയോ കള്ളം പറയുകയോ ചെയ്തുവെന്ന് മുൻ ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തി. എന്തായാലും കേസ് മുറക്കി നടന്നു. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ 3 കേസുകൾ തീർപ്പാക്കാൻ ആകെ $25 മില്യൺ നൽകാൻ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. എന്തായാലും കരിസ്മ വിറ്റ് ജീവിക്കൽ നല്ല പരിപാടിയാണെന്ന് ട്രംപിന് മനസ്സിലായി. പറ്റിപ്പിന്റെ 2ാം ഘട്ടം NBCയുടെ ദി അപ്രന്റീസ് വഴിയാണ് അദ്ദേഹം നടത്തിയത്. വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകരെ വിലയിരുത്തി അവരെ ഓരോരുത്തരെയായി പുറത്താക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ദി അപ്രന്റീസ്. നിലവിലെ ഷാർക്ക് ടാങ്കിന്റെ ആദ്യ മാതൃക. അതിൽ ജഡ്ജിയായി എത്തുന്ന കോടീശ്വരന്റെ വേഷമാണ് ട്രംപ് അവതരിപ്പിക്കുന്നത്. മാസ്റ്റർ ഷെഫിലും ഹെൽസ് കിച്ചണിലും ഗോർഡൻ റാംസെ വിധികർത്താവായി എത്തും പോലെ. ട്രംപിനെ ഇന്നത്തെ ട്രംപ് ആക്കിയത് ഈ ഫേക്ക് ഷോ ആണെന്ന് പറയാം. ട്രംപിന്റെ ഒറ്റയാൾ പ്രകടനമായിരുന്നു ദി അപ്രന്റീസിൽ. ട്രംപിന്റെ ജാട കണ്ട് വിശ്വസിച്ച് അമേരിക്കക്കാർ ഷോയുടെ അടിമകളായി. റേറ്റിംഗ് കുത്തനെ കൂടി. ദി അപ്രന്റീസിൽ നിന്നുള്ള ട്രംപിന്റെ അടിസ്ഥാന വരുമാനം ഏകദേശം $200 മില്യൺ ആയിരുന്നു. എന്നാൽ ലൈസൻസിങ്, എൻഡോഴ്സ്മെന്റ് ഡീലുകൾ എന്നിവയിലൂടെ അദ്ദേഹം അതിൽ കൂടുതൽ സമ്പാദിച്ചു. ഏകദേശം $230 മില്യൺ വരും ഇതെന്ന് കണക്കാക്കുന്നു. ലോകമെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് വികസനങ്ങളും അസർബൈജാൻ, ബ്രസീൽ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ പദ്ധതികളും ഉൾപ്പെടെ ഈ ഷോയുടെ വിജയം കൊണ്ടുണ്ടായതാണ്. ഇതിനു പുറമെ ട്രംപ് അമേരിക്കയിൽ ഒരു കൾട്ട് ഫിഗറായി. ട്രംപിന്റെ PR വിഭാഗം അതിമാനുഷനായ ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭകനായാണ് ഡൊണാൾഡിനെ അവതരിപ്പിച്ചത്. ഡബിൾ സ്റ്റഫ് ഓറിയോസ്, ഡൊമിനോസ് പിസ്സ, ഓൾ ലോണ്ടറി ഡിറ്റർജന്റ്, മക്ഡൊണാൾഡ്സ് ബിഗ് ആൻഡ് ടേസ്റ്റി ബർഗർ തുടങ്ങിയവയുടെ ബ്രാൻഡ് അംബാസിഡറായി പരസ്യങ്ങളിൽ ട്രംപ് പ്രത്യക്ഷപ്പെട്ടു. ഗെറ്റ് റിച്ച് കിക്ക് സെമിനാറുകൾ, സ്റ്റീക്കുകൾ, വോഡ്ക, കൊളോൺ എന്നിവ വിപണനം ചെയ്യുന്നതിനുള്ള കരാറുകളിലും ട്രംപ് ഒപ്പുവെച്ചു. താങ്ങാവുന്ന വിലയ്ക്ക് ട്രംപ് ജീവിതശൈലി അനുഭവിക്കാൻ താല്പര്യമുള്ള ഉപഭോക്താക്കളിലേക്ക് വാങ്ങാനായി കിടക്ക വിൽക്കുന്ന സെർട്ട മെത്ത കമ്പനി അദ്ദേഹത്തിന് $15.3 മില്യൺ നൽകി പരസ്യത്തിൽ ഉൾപ്പെടുത്തി. ട്രംപിനെ പോലെയാവുകയാണ് ജീവിത വിജയം എന്ന് അമേരിക്കക്കാർ വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ഏറ്റെടുത്ത വ്യവസായങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നഷ്ടം മാത്രം ബാലൻസ് ഷീറ്റിലുള്ള വെറുമൊരു ഫേക്ക് വ്യക്തിത്വമായിരുന്നു യഥാർത്ഥ ട്രംപ്. പ്രതിച്ഛായ നന്നാക്കാൻ ഇത് മാത്രമൊന്നുമല്ല ചെയ്തത്. ട്രംപ് തന്റെ പേരിൽ 19 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ മിക്കതും എഴുതിയത് ഗോസ്റ്റ് റൈറ്റേഴ്സ് ആണെന്നതാണ് യാഥാർത്ഥ്യം. 1987 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമായ ദി ആർട്ട് ഓഫ് ദി ഡീൽ ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. കൂടാതെ ട്രംപിനെ വിജയിച്ച സംരംഭകന്റെ മാതൃകാ ജീവിതം എന്ന നിലയിൽ പ്രശസ്തനാക്കിയതിന് ദി ന്യൂയോർക്കർ വരെ അദ്ദേഹത്തിന് പ്രശംസിച്ചു. യഥാർത്ഥത്തിൽ സഹരചയിതാവായി അറിയപ്പെടുന്ന ടോണി ഷ്വാർട്സ് ആണ് ഈ പുസ്തകം എഴുതിയത്. 1985 മുതൽ 2001 വരെ നിരവധി സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും ട്രംപ് അതിഥി വേഷങ്ങളിൽ അഭിനയിച്ചു. 1990കളിൽ തുടങ്ങി ദേശീയ തലത്തിൽ സിൻഡിക്കേറ്റഡ് ആയ ഹോവാർഡ് സ്റ്റേൺ ഷോയിൽ ട്രംപ് 24 തവണ അതിഥിയായി പങ്കെടുത്തു. 2004 മുതൽ 2008 വരെ ട്രംപ്ഡ് എന്ന പേരിൽ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഷോർട്ട് ഫോം ടോക്ക് റേഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1977 ട്രംപ് ചെക്ക് മോഡലായ ഇവാന സെൽനിച്ച്കോവയെ വിവാഹം കഴിച്ചു. അവർക്ക് 3 മക്കൾ. 1977 ഡൊണാൾഡ് ജൂനിയർ, 1981 ഇവാങ്ക, 1984 എറിക് എന്നിവർ. മോഡലും നടിയുമായ മാർല മാപ്പിൾസുമായുള്ള ബന്ധത്തെ തുടർന്ന് 1990 ദമ്പതികൾ വിവാഹമോചനം നേടി. 1993 ട്രംപും മാപ്പിൾസും വിവാഹിതരായി. 1999 വിവാഹമോചനം നേടി. ഇവർക്ക് 1993 ടിഫാനി എന്ന മകൾ ജനിച്ചു. 2005 ട്രംപ് സ്ലോവേനിയൻ മോഡലായ മെലാനിയ ഗ്നാസിനെ വിവാഹം കഴിച്ചു. അവർക്ക് 2006 ബാരൻ എന്നൊരു മകൻ ജനിച്ചു. ഇതിനിടെ നിരവധി പരസ്യ ബന്ധങ്ങളിലേക്കും ട്രംപ് വഴുതി വീഴുന്നുണ്ട്. 1995 മോഡൽ കൈലി ബാക്സുമായി 2 വർഷം നീണ്ട പ്രണയബന്ധം. 1991 അലിസൺ ജിയാനിയുമായി 1 വർഷം ഡേറ്റിംഗ്. 1997 കാരായങ്ങുമായി 3 വർഷം നീണ്ട പ്രണയം. 1990 റവാൻ ബ്രൂവെല്ലൈനുമായി 1 വർഷത്തെ ഹ്രസ്വബന്ധം. അങ്ങനെ പിന്നെ നീലച്ചിത്ര നായിക സ്റ്റോമി ഡാനിയൽസ് പോലുള്ള ചില ബന്ധങ്ങളും. 1990 മുതൽ 2001 വരെ 1000ഓളം ലൈംഗിക തൊഴിലാളികളുമായി ട്രംപ് ശയിച്ചിട്ടുണ്ടെന്ന് ഇനിയും വെളിപ്പെടാത്ത ആരോപണങ്ങളുണ്ട്. To change hearts, transform lives, and shape your country's destinies. With this power comes an obligation, however, a duty of loyalty to the people, workers, and customers who have made you who you are. So together, let us resolve to use our power, our resources, and our voices. ട്രംപിന്റെ രാഷ്ട്രീയം നമുക്ക് ഒരേ സമയം അത്ഭുതവും കൗതുകവും ഉണ്ടാക്കുന്ന ഒന്നാണ്. 1987 ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറായി രജിസ്റ്റർ ചെയ്തിരുന്നു ട്രംപ്. 1990 റിഫോം പാർട്ടിയുടെ ന്യൂയോർക്ക് സംസ്ഥാന അഫിലിയേറ്റായ ഇൻഡിപെൻഡൻസ് പാർട്ടിയിൽ അംഗമായി. 2001 ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗത്വം നേടി. 2009 വീണ്ടും റിപ്പബ്ലിക്കനായി. 2011 വീണ്ടും അഫിലിയേറ്റായി. അവസാനം 2012 റിപ്പബ്ലിക്കൻ അംഗത്വം സ്വീകരിച്ചു. അതിനുശേഷം മാറിയിട്ടില്ല. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1990 വരെ BJP ആയിരുന്നു. പിന്നീട് NCP ആയി. വീണ്ടും
വീണ്ടും കോൺഗ്രസിലേക്ക് പോയി BJPയിലേക്ക് തിരിച്ചു വന്ന് പിന്നീട് ശിവസേനയായി പിന്നീട് സമാജ്വാദി പാർട്ടി അംഗമായ ശേഷം BJPയിലേക്ക് തിരിച്ചു വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുപോലെ ഒരു കൗതുകം. 1987കളിലാണ് ട്രംപ് രാഷ്ട്രീയം ഗൗരവമായി എടുക്കുന്നത്. ആ വർഷം 3 പ്രധാന പത്രങ്ങളിൽ ട്രംപ് മുഴുവൻ പേജ് പരസ്യങ്ങൾ നൽകി. മറ്റൊന്നുമല്ല, തന്റെ വിദേശ നയത്തെക്കുറിച്ചും ഫെഡറൽ ബജറ്റ് കമ്മി എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചുമുള്ള തന്റെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനായിരുന്നു അത് കഴിഞ്ഞ് സംഭവിച്ചത് തമാശയാണ്. 1988 റിപ്പബ്ലിക്കൻ നോമിനി ജോർജ് W. ബുഷ് സീനിയറിനോട് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി റണ്ണിംഗ് മേറ്റ് ആകാൻ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ലീ അറ്റ്വാർഡിനെ സമീപിച്ചു. ബുഷിന് ഈ അഭ്യർത്ഥന വിചിത്രവും അവിശ്വസനീയവുമായി തോന്നി. കണക്കറ്റ് പരിഹസിച്ചാണ് അന്ന് ട്രംപിനെ ബുഷ് മടക്കി അയക്കുന്നത്. 2000 റിഫോം പാർട്ടിയുടെ പ്രസിഡന്റ് പ്രൈമറികളിൽ ട്രംപ് 3 മാസത്തേക്ക് സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ 2000 ഫെബ്രുവരിയിൽ മത്സരത്തിൽ നിന്ന് പിന്മാറി. 2012 തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്കെതിരെ മത്സരിക്കുന്നതിനെക്കുറിച്ച് 2011 തന്നെ ട്രംപിന്റെ PR കമ്പനി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചു. ആ വർഷം ഫെബ്രുവരിയിൽ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ ആദ്യമായി പ്രസംഗിക്കുകയും ആദ്യകാല പ്രൈമറി സംസ്ഥാനങ്ങളിൽ മത്സര സൂചന നൽകി നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. എന്നാൽ 2011 മെയ് മാസത്തിൽ താൻ മത്സരിക്കുന്നില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ 45ാമത്തെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി താൻ മത്സരിക്കുമെന്ന് ട്രംപ് 2015 ജൂണിൽ പ്രഖ്യാപിച്ചു. പ്രൈമറികളിൽ 2016 മാർച്ചിൽ അദ്ദേഹം മുൻനിരയിലെത്തി. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 21 പ്രമുഖരാണ് ട്രംപിനൊപ്പം സ്ഥാനാർത്ഥിത്വത്തിനായി പ്രൈമറികളിൽ മത്സരിച്ചത്. ടെഡ് ക്രൂസ്, ജോൺ കാസിച്ച്, മാർക്ക് റൂബിയോ, ബെൻ കേഴ്സൺ, ജെബ് ബുഷ്, കാർലി ഫ്ലോറിന തുടങ്ങിയ പ്രമുഖർ. എന്തായാലും അവസാനം വരെ ട്രംപിനോട് കട്ടക്കി പിടിച്ചു നിന്നത് ടെഡ് ക്രൂസ് ആയിരുന്നു. എല്ലാവരെയും നിസാര മാർജിനിലെങ്കിലും കടത്തിവെട്ടി 2016 മെയ് മാസത്തിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപ് പ്രഖ്യാപിക്കപ്പെട്ടു. ഇനി ഈ കഥ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 2016 മുതൽ ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തുവെന്നും 2025 എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വിസ്താര ഭയത്തിൽ നീട്ടുന്നില്ല. നന്ദി.